കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊന്ന് വീണ കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. കണ്ണടയും പോയി. ഡോക്ടറെ കണ്ട് ചികിത്സ നടത്തി വരികയാണെങ്കിലും ചെറിയ വേദന അരക്കെട്ടിനുണ്ട്. എങ്കിലും വീട്ടിലിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. വൈകുന്നേരമാകുമ്പോൾ നടക്കാൻ തോന്നും. അങ്ങനെ ഇന്ന് ഞാൻ അന്ധകാര കടപ്പുറത്ത് പോയി. അഴീക്കൽ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് വരെ നടക്കേണ്ടായി. തീരത്തുകൂടി തന്നെ വളരെ രസകരമായ ഒരുപാട് കാഴ്ചകൾ എനിക്ക് കാണാനായിട്ട് പറ്റി. ഇഷ്ടംപോലെ ആളാണ് കടപ്പുറത്തുള്ളത്. ചിലർ റോഡരികിലിരുന്ന് തന്നെ, റോഡല്ല തീരത്ത് തന്നെ ഇരുന്ന് മദ്യപിക്കുന്നു. അത് ഞാൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു. പട്ടികൾ കടിപിടി കൂട്ടി അവിടെ ഇവിടേക്ക് ഓടി നടക്കുന്നു. ലൈംഗിക ബന്ധത്തിനിടയിൽ കുരുങ്ങിക്കിടന്ന ആൺപട്ടിയെ അതിക്രമിച്ച മറ്റൊരു പട്ടി ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുന്നു. ചിലർ സെൽഫി എടുക്കുന്നു. ചിലർ കടപ്പുറത്തുള്ള മണ്ണുകൊണ്ട് ചെറിയ ശില്പങ്ങളുണ്ടാക്കുന്നു. ഇങ്ങനെ പോകുന്നു ഞാൻ കണ്ട കാഴ്ചകൾ. തിരിച്ചു വരുമ്പോൾ ഇഷ്ടംപോലെ പട്ടങ്ങളാണ്. പട്ടം അത് പറത്തുകയാണ് ഒട്ടേറെപ്പാർ. അതും കാണാൻ നല്ല രസമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ക്രിസ്തുമസ് ആയതുകൊണ്ടാവാം വമ്പിച്ച തിരക്കാണ് കടൽപ്പുറത്ത് അനുഭവപ്പെട്ടത്. അന്ധകാരനഴി വലിയൊരു ജനാവലിയുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഈ അവസരത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി. അത് പട്ടണക്കാട് പഞ്ചായത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ ഈ കടൽ തീരത്ത് ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ DTPCയെക്കുറിച്ചുമാണ്. DTPC എന്ന ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ആലപ്പുഴയാണ് അതിൻ്റെ ആസ്ഥാനം. അവരെക്കുറിച്ചുമാണ്. എന്താണ് അവരോട് പറയാനുള്ളത്? ഈ മനോഹരമായൊരു കടൽ തീരത്തെ ഇങ്ങനെ അവരെന്തിനാണ് നിശേഷം അവഗണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വാഹനങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് പണം പിരിക്കാൻ ഇപ്പോൾ ആരും വരുന്നില്ല. അതിന് കോൺട്രാക്റ്റ് കൊടുത്തിട്ട് വളരെ കാലമായി. അതുകൊണ്ട് തലങ്ങും വിലങ്ങും കിടക്കുകയാണ് വാഹനങ്ങൾ. ഒട്ടേറെ കച്ചവടക്കാരുണ്ട് അവിടെ. ആഹാര സാധനങ്ങൾ വിൽക്കുന്നവർ, ഐസ്ക്രീം വിൽക്കുന്നവർ, ചെരുപ്പ് വിൽക്കുന്നവർ, ഇങ്ങനെ ഒട്ടേറെ കച്ചവടക്കാരാണ്. അവരെല്ലാവരും അവിടെയുണ്ട്. അവർക്കൊന്നും ആവശ്യമായ യാതൊരു സൗകര്യവും അവിടെ ചെയ്തിട്ടില്ല. വരുന്നവർക്ക് സ്വല്പം വെള്ളം കുടിക്കണമല്ലോ. അതിനവർ കടകളെ ആശ്രയിക്കണം. അവിടെ ഒരു വാട്ടർ ATM ഉണ്ട്. അത് പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാത്തതെന്ന് അവർക്ക് മാത്രമേ അറിയാവൂ. ഇനി ഗ്രൗണ്ടാണെങ്കിലോ നിറയെ അഴുക്കുകൾ കെട്ടിക്കിടക്കുകയാണ്. കെട്ടിടങ്ങൾ 2 എണ്ണമുണ്ട്. ആ രണ്ടും പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യത്തിനായിട്ട് അവർ ഉപയോഗിക്കുകയാണ്. അങ്ങനെ അവർക്ക് കൊടുത്തിട്ടുണ്ടോയെന്ന് അറിയുന്നില്ല. ഏതായാലും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. വല സൂക്ഷിക്കുക, അങ്ങനെ ചില കാര്യങ്ങൾക്കായിട്ട് സൂക്ഷിക്കുകയാണ്. കെട്ടിടത്തിൽ അതുപോലുമില്ല. അതിൻ്റെ മുകളിലോട്ട് കയറാൻ വയ്യ. ആ രീതിയിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതേപോലെ അനാഥമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കേരളത്തിലുണ്ടാവുകയില്ല എന്ന് ഉറപ്പായിട്ട് പറയാൻ കഴിയും. അങ്ങനെ ഇരിക്കുകയാണ്. എന്തെല്ലാം സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. ആ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താതെ നശിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്.
അവർക്ക് സ്വാഭാവികമായിട്ട് ലഭിക്കുന്ന ഒരഴിമുഖം വള്ളം കയറ്റിയിടാനും വല അല്ലെങ്കിൽ മത്സ്യവിപണനത്തിനുമൊക്കെ പറ്റുന്നൊരു ഒരു 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 സ്ഥലം നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖമാണ് അവർക്ക്. അതുകൊണ്ട് എല്ലാവിധത്തിലും ഒരു നിസ്സഹകരണ നയമാണ് 2006 മുതൽ, അന്നാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടാകുന്നത്. 2006 മുതൽ അവർ നടത്തി വരികയാണ്. അവർക്ക് എന്തോ കീഴടങ്ങിയ മട്ടാണ് കേരള ഗവൺമെൻറ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഗവൺമെൻറ് എന്തുകൊണ്ട് അവരുമായിട്ട് സംസാരിച്ചുകൂടാ? അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പരിഹാരം കണ്ടുപിടിക്കുകയല്ലേ വേണ്ടത്? ഇന്ന് എങ്ങനെ ചുരുങ്ങിയാൽ അവിടെ ഒരു 25,000 പേരുണ്ടാകുമെന്ന് ഞാനൊരു കണക്കെടുത്തതാണ്. ശരിയാക്കുന്ന അതിനേക്കാൾ കൂടുതലാകാതിരിക്കാനേ സാധിക്കുകയുള്ളൂ. 10,000-ഓളം വാഹനങ്ങളുമുണ്ട്, 2 വീലറും 3 വീലറും അതുപോലെ തന്നെ 4 വീലറുമായിട്ട് ഒട്ടേറെ വാഹനങ്ങളുമുണ്ട്. നിരത്തിയിടാൻ പോലും സ്ഥലമില്ല. അതുകൊണ്ട് അവർ റോഡരികുകളിലും പാലത്തിലും ഒക്കെ ആയിട്ട് കിടത്തിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് അവരിൽ ബഹുഭൂരിപക്ഷവും സ്വദേശികളായ സഞ്ചാരികൾ തന്നെയാണ്. ഞാൻ ഇഷ്ടം പോലെ ഹിന്ദിക്കാരെ കണ്ടു. അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ. ഹിന്ദി സംസാരിക്കുന്ന ഒട്ടേറെ ദമ്പതിമാർ അതിൻ്റെ അകത്ത് അലഞ്ഞിരിഞ്ഞ് നടക്കുന്നത് കണ്ടു. എന്തുമാകട്ടെ, അവിടെ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കച്ചവടക്കാരാണ്. ഐസ്ക്രീം കച്ചവടക്കാർ, ചെരുപ്പ് കച്ചവടക്കാർ, ആഹാരം വിൽക്കുന്നവർ, അങ്ങനെ ഒട്ടനവധി കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നവർ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പട്ടം വിൽക്കുന്നവർ, ഇങ്ങനെ ഒട്ടേറെ കച്ചവടക്കാർ. അവരെല്ലാം ജീവിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണത്. അവർക്കൊക്കെ എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ? അവിടെ ഒരു ഗ്രൗണ്ട് ലെവൽ സീ ലെവലായിട്ട് ഒരു നടപ്പാത എത്തിയിട്ടുണ്ട്. ഇങ്ങനെ കയറി നടന്ന് മുകളിലോട്ട് കയറിയിട്ട് സീ ലെവലിൽ നിന്ന് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ആ പാലത്തിന് അടിയിൽ ഇഷ്ടംപോലെ സ്പേസ് വെറുതെ കിടക്കുകയാണ്. എന്തുകൊണ്ട് അത് കെട്ടിമറച്ച് അവിടെ ഈ കച്ചവടക്കാർക്ക് കൊടുത്തുകൂടാ? ചെറിയൊരു വാടക ഈടാക്കാമല്ലോ. അതൊന്നും ചെയ്യുന്നില്ല. എല്ലാം ഇങ്ങനെ അനാഥമാക്കി ഇടുകയാണ്. വിസർജന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം സഞ്ചാരികൾക്ക്, പക്ഷേ അതവിടെ ഉണ്ട്. പക്ഷേ വേണ്ടത്ര പ്രവർത്തനക്ഷമമല്ല. കടപ്പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വിസർജ്യങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ആളുകളൊക്കെ വന്ന് ചെറിയ കുഴിയെടുത്ത് അവിടെയാണ് വിസർജനം നടത്തുന്നത്. അതൊക്കെ നിരുത്സാഹപ്പെടുക. 2-3 പോലീസുകാരെയൊക്കെ ഞാൻ കണ്ടു. 2-3 അല്ല, 4-5 പേര് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നത് കണ്ടു. അവരെങ്കിലും നിരുത്സാഹപ്പെടുന്നില്ല. ഇത്രയും ആളുകൾ അവിടെ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ഇതുപോലെ വന്ന് വിസർജനം നടത്തുന്നത് എന്തുമാത്രം ശരിയായ നടപടിയാണ് എന്ന്, എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നടപടിയാണെന്ന് ഈ വരുന്നവർക്ക് അറിയില്ലെന്നെങ്കിലും പിന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രജകൾക്കറിയാമല്ലോ. അവരത് ചെയ്യുന്നില്ല. ഈ വിസർജനം കടൽപ്പുറത്ത് നടത്തുന്നത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ആളുകൾ ചെയ്തു വരുന്നതാണ്. അതിൽ നിന്നൊക്കെ നമ്മൾ വളരെ മുന്നോട്ട് പോയി. ഇപ്പോൾ കടൽപ്പുറത്ത് തന്നെ താമസിക്കുന്ന ആളുകൾക്ക് വീട്ടിൽ തന്നെ കക്കൂസുകളുണ്ട്, റിങ് കക്കൂസുകൾ. അതിൽ ഒട്ടനവധി. അപ്പോൾ വെളിയിട വിസർജന വിമുക്തമായിട്ടൊരു പഞ്ചായത്താണ് നമ്മുടേത്. നിർഭാഗ്യവശാൽ അന്ധകാരം വഴി വരുമ്പോൾ അതെല്ലാം നഷ്ടപ്പെടുകയാണ്. വൈകുന്നേരത്തെ സായാഹ്നം എന്ന് പറയുന്ന വൈകുന്നേരം ഉള്ള ആ കടൽ തീരത്തെ നമ്മുടെ എന്താ പറയണ്ടേ, നമ്മുടെ അസ്തമയം അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. മറ്റേതൊരു പ്രദേശത്ത് കാണുന്നതിനേക്കാൾ മനോഹരമായ സായാഹ്നമാണ് അവിടെ ഉള്ളത്. വൈകുന്നേരമാകുമ്പോൾ സ്വർണ്ണ നിറത്തിലാണ് അങ്ങ് കടലിന് മുകളിൽ സൂര്യൻ താഴ്ന്നുകൊണ്ടിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുക. അതുപോലെ ഒട്ടേറെ കൊച്ചു കൊച്ചു പക്ഷികളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറന്നടക്കുകയാണ്, പറന്നടക്കുകയാണ്. അങ്ങനെ ഒട്ടേറെ
ആഹ്ലാദകരമായ നിമിഷങ്ങളാണ് ഈ കടൽപ്പുറത്ത് വന്നാൽ കിട്ടുന്നത്. മറ്റൊരു പ്രത്യേകത, കടൽ തീരത്തിട്ടിരുന്ന കടൽ കല്ലുകൾ, അത് നമ്മുടെ കടലാക്രമണത്തെ നിരോധിക്കുന്നതിന് വേണ്ടി നിരത്തിയിരുന്നതാണ്. അവയെല്ലാം ഇപ്പോൾ തെളിഞ്ഞു. അതിന് പടിഞ്ഞോട്ട് കുറേയധികം തീരം വച്ചു. വലിയ ഗ്രൗണ്ടാണിപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ അന്ധകാരഴിയിലുള്ളത്. അപ്പം ഇതൊക്കെ കൂടി നോക്കുമ്പോൾ പൊതുവെ നമ്മുടെ പഞ്ചായത്തിനും DTPCക്കും നേരെ ചെവ്വേ നോക്കി നടത്തുകയാണെങ്കിൽ നാട്ടുകാരുടെ ക്ഷേമത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അവരെ ചെയ്യുന്നില്ല. ആരോട് പറയാൻ, എന്തിനു പറയണം എന്ന് ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പഞ്ചായത്ത് സെക്രട്ടറിക്കും DTPC സെക്രട്ടറിക്കും ഒക്കെ അയക്കാറുണ്ട്. അവരെന്ത് നടപടി സ്വീകരിക്കുന്നു എന്നറിഞ്ഞുകൂടാ. MLAക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ MLA മന്ത്രിയും കൂടിയാണ്. പക്ഷെ അദ്ദേഹം ഒന്നും ശ്രദ്ധിക്കുന്നില്ല. എന്തോ ഒരു വശപ്പശവുണ്ട്. അത് തിരുത്തിയേ പറ്റൂ. ടൂറിസത്തിനൊരു മന്ത്രി ഉണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തിരുത്താവുന്നതേ ഉള്ളൂ. ബന്ധപ്പെട്ടവരെല്ലാം വിളിച്ചു കൂട്ടി സംസാരിച്ച് പൊതുജനങ്ങൾക്ക് അതുപോലെ തന്നെ സഞ്ചാരികൾക്കും ഒക്കെ ആഹ്ലാദപ്രദമായ നിമിഷങ്ങൾ നൽകുന്ന അന്ധകാരനഴി തീരം വളരെ ഭംഗിയാക്കണം. പിന്നെ മത്സ്യത്തൊഴിലാളികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മത്സ്യത്തൊഴിലാളികൾക്കിപ്പോൾ വളരെ കൂടുതൽ സൗകര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. ചെല്ലാനത്ത് ഒരു ഹാർബറുണ്ട്. അതിനിപ്പുറത്ത് പിന്നെ ഒരു ചെറിയ ലാൻഡിങ് സെൻ്ററുണ്ട്. അന്ധകാരനഴിയുടെ വടക്കേക്കരയിൽ ലാൻഡിങ് സെൻ്ററുണ്ട്. തെക്കോട്ട് ചെല്ലുമ്പോൾ ചെത്തിയിലൊരു ചെറിയ ചെത്തിയിൽ ഒരു ഹാർബർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. തൈക്കലും ഒറ്റമശ്ശേരിയിലുമെല്ലാം അവർക്ക് മത്സ്യം പിടിച്ച് കടലിലേക്ക് പോയി മത്സ്യം പിടിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങളുണ്ട്. ആർക്കെങ്കിലും ഒരു ഹാർബറുണ്ട്. ഇത്രയൊക്കെ പോരെ? ഇവിടെ തന്നെ അത് അന്ധകാരനഴിയിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയില്ല എന്ന പിടിവാശി പിടിച്ച് ഇവിടെ വരുന്ന സഞ്ചാരികളെയും മറ്റുമൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ എന്ന് അവർ ഇനിയും ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവരുടെ സംഘടനകളുമായിട്ടൊക്കെ കൂടി ആലോചിക്കണമെന്ന്. അവർക്ക് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ എന്നൊരു സംഘടനയുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. അവരൊന്നും അത്ര നിഷ്ഠൂരന്മാരായ ആളുകളൊന്നുമല്ല. അവരുമായിട്ടൊക്കെ സംസാരിച്ച് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകളാണ് ചെറിയ ചെറിയ ജോലി ചെയ്ത് അന്ധകാരനഴി കടപ്പുറം കൊണ്ട് ജീവിക്കാൻ പോകുന്നത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. അന്ധകാരനഴിയിൽ വളർന്നു വരുന്ന ഒരു ചെറിയ ബിസിനസ്സുണ്ട്. അത് ഹോം സ്റ്റേ ആണ്. എൻ്റെ അറിവിൽ തന്നെ 9 അവിടെയുണ്ട്. അതിലെല്ലാം ഇഷ്ടംപോലെ ആളുകളാണ് വരുന്നത്. ഉത്തരേന്ത്യയിൽ നിന്നും പിന്നെ മറ്റുമൊക്കെ ഇഷ്ടംപോലെ ആളുകൾ അവിടെ വന്ന് താമസിക്കുന്നുണ്ട്. ഒരു കുടുംബം ഇവിടെ വന്ന് താമസിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം പണം അവരിവിടെ ചിലവഴിച്ചിട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുപോലുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തീർച്ചയായും ഇതിന് ഒരു മാന്യമായ തീരുമാനമുണ്ടാക്കി പഞ്ചായത്തും DTPCയും കേരള ഗവൺമെൻറ്റും ഒക്കെ കൂടി ചേർന്ന് ഇത് ഭംഗിയായി പ്രവർത്തിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.